ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്ന് ഒരു ബൺ മസ്കന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പൊ കോഴിക്കോട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൺ മസ്കന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതിനായിട്ട് ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 5 ബണ്ണ് ഞാനിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്യാം. അതിനായിട്ട് ഇതാ ഞാനിതാ 100 ഗ്രാമിന്റെ ബട്ടർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ ബൺ മസ്കയ്ക്ക് നല്ല മെയിനായിട്ടൊരു ബട്ടർ ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതാ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുക്കും. എന്തെങ്കിലും സ്പൂണോ ബിസ്ക്കറ്റ് എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഇത് അടിച്ചെടുക്കാം. നല്ലോണം ക്രീമായിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഇതാ നമ്മളിതാ ക്രീം ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇറാനി ചായ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ബണ്ണൊന്ന് ഇതുപോലെ നല്ല സോഫ്റ്റ് ഉള്ള ബണ്ണ് നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ചിങ്ങനെ വെക്കാം. എന്നിട്ട് നല്ലോണം ഒരു അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. രണ്ട് ഭാഗത്തും കട്ട് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ബൺ മസ്ക. അപ്പൊ ഈ കട്ട് ചെയ്ത ഇവിടെ ഇതേപോലെ തന്നെ ക്രീം ഒന്ന് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്നും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ക്രീം ഒന്ന് നല്ലോണം ഒന്ന് അത്യാവശ്യം നല്ലോണം 2 ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാ കുക്കർ എടുത്ത്. അപ്പൊ കുക്കറിലാണ് ഇപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അല്ലെങ്കിൽ ദമ്മിലിട്ടിട്ട് ചായ കാച്ചേണ്ടി വരും ഈ ഇറാനി. അപ്പൊ ഇത് ആവി ഒന്ന് പുറത്തു പോകാണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതിനായിട്ടൊരു കുക്കർ എടുത്തത്. അതിലേക്കൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 സ്പൂണ് അത്യാവശ്യം നല്ലോണം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ നമുക്ക് ഉണ്ടാക്കണം. അതിലേക്ക് ഒരു 2 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 ഏലക്ക ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ട, 2 കറാമ്പ് ഇട്ട് നല്ലോണം ഒന്ന് ആദ്യം പുറത്തു പോകാണ്ട് നമുക്കൊന്ന് ചായ ഒന്ന് പതിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ നമ്മളിതാ എല്ലാ ബണ്ണും ഞാൻ ഇതവിടെ ക്രീമെല്ലാം തേച്ച് റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. പാലും കുറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളിതാ ചായ ബൺ മസ്ക ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം.